ഖത്തറിൽ ഇന്ന് പുലർച്ചെ സ്ഫോടന ശബ്ദം. ആക്രമണ ശ്രമങ്ങളെല്ലാം തകർത്തുവെന്ന് ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 101 ബാലിസ്റ്റിക് മിസൈലുകളും 39 ഡ്രോൺ ആക്രമണങ്ങളും ഉണ്ടായി. ഭൂരിഭാഗവും പ്രതിരോധിച്ചുവെന്ന് ഖത്തർ അറിയിക്കുന്നു. ആളുകളോട് സുരക്ഷിതങ്ങളിൽ തുടരാൻ ഖത്തർ അധികൃതർ നിർദ്ദേശം നൽകി. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. അബ്ബാസ്, എന്തെങ്കിലും നാശനഷ്ടങ്ങളുണ്ടോ? അജിംസ, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടില്ല. ഇതുവരെ ഇത്ര കാലം നടന്ന ഈ ഒരു 3 ദിവസമായി നടന്ന ആക്രമണത്തിൽ 16 പേർക്ക് പരിക്ക് പറ്റി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതാണ് ഒഫീഷ്യലായിട്ട് ഇവിടുന്ന് പങ്കുവച്ചിട്ടുള്ളത്. ഇന്നത്തെ ഒരു ആക്രമണത്തിൽ ഏതെങ്കിലും തരത്തിൽ ആളപായമുള്ളതായിട്ട് ഡിഫൻസ് മിനിസ്ട്രിയുടെ ഒരു വാർത്താക്കുറിപ്പിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയുന്നില്ല. 2 ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്രമണം അതിനെ ഫലപ്രദമായി ചെറുത്തു എന്നുള്ളതാണ് ഈ വാർത്താക്കുറിപ്പിലുള്ളത്. ഇത് ഇന്ന് പുലർച്ചെ 1:30-2 മണിയോടെയായിരുന്നു വലിയ ശബ്ദത്തോടു കൂടെ ഈ ഒരു ഇൻ്റർസെപ്ഷൻ ഉണ്ടായത്. നമ്മൾക്ക് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ താഴേക്ക് പതിക്കുന്നത് നമ്മളൊക്കെ കണ്ടു. ഈ ദോഹയിലെ പലയിടങ്ങളിലെ ആളുകളും അത് കാണുകയും ചെയ്തു. വലിയ മുഴക്കത്തോടെയാണ് ഈ ഇൻ്റർസെപ്ഷൻ നടന്നത് എന്നുള്ളതാണ്. ഏതായാലും അതിനുശേഷം പങ്കുവച്ച ഒരു വാർത്താക്കുറിപ്പിൽ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് ഈ ഇറാനിയൻ അഗ്രഷൻ ഇതുവരെ 101 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാനിയൻ അഗ്രഷൻ്റെ ശേഷം ഇങ്ങോട്ട് അയച്ചു, ഈ രാജ്യത്തെ ലക്ഷ്യമാക്കി അയച്ചു എന്നുള്ളതാണ്. ഈ 101 ബാലിസ്റ്റിക് മിസൈലുകളിൽ 98 ബാലിസ്റ്റിക് മിസൈലുകളും വിജയകരമായി തന്നെ ഖത്തർ വ്യോമസേന പ്രതിരോധിച്ചു. ഇതോടുകൂടി തന്നെ 39 ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഈ ഡ്രോൺ ആക്രമണത്തിൽ 24 ഡ്രോൺ ആക്രമണവും ഫലപ്രദമായി ചെറുക്കാൻ ഖത്തരി വ്യോമസേനയ്ക്ക് സാധിച്ചു. ഇതുപോലെ 2 സുഖോയ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു. ഇന്നലെ ഖത്തരി അമീരി വ്യോമസേനയാണ് ഈ യുദ്ധവിമാനങ്ങൾ ഖത്തറിൻ്റെ ആകാശത്തേക്ക് കടന്നു വന്ന വിമാനങ്ങളെ വെടിവെച്ചിടുന്നത്. അതുപോലെ തന്നെ 3 ക്രൂയിസ് മിസൈൽ ആക്രമണങ്ങളുണ്ടായി. ഈ ആക്രമണത്തെയും ചെറുത്തു എന്നുള്ളതാണ് ഈ ഇറാനിയൻ അഗ്രഷന് ശേഷം കുറച്ചു മുമ്പ് പങ്കുവച്ച ഒരു വാർത്താക്കുറിപ്പിൽ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇതോടുകൂടെ തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കർശനമായ നിർദ്ദേശമുണ്ട്. അത്യാവശ്യത്തിനല്ലാതെ ആളുകൾ പുറത്തിറങ്ങരുത്. വീടുകൾക്കകത്തോ അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനത്തോ മാത്രം കഴിയുക എന്നുള്ള നിർദ്ദേശമുണ്ട്. ഈ നിർദ്ദേശം കർശനമായി പാലിക്കേണ്ടതാണ് എന്നുകൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടുത്തെ ഈ ഒരു സ്വകാര്യ മേഖല അടക്കമുള്ള തൊഴിൽ മേഖലകളെ ഒരു റിമോട്ട് വർക്കിംഗ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അടുത്തൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ സ്വകാര്യ മേഖല കൂടി റിമോട്ട് വർക്ക് എന്നുള്ള മോഡിൽ ആണ് തുടരുകയെന്ന് ഇവിടുത്തെ തൊഴിൽ മന്ത്രാലയവും അതുപോലെ വാണിജ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. അജിംസ്. ശരി അബ്ബാസ്.